മോഹൻ ഭാഗവതിന്റെ വിമർശനത്തിന് പിന്നാലെ ബി.ജെ.പിക്കെതിരെ ആർ.എസ്.എസ് മുഖപത്രമായ ഓർഗനൈസറിൽ ലേഖനം. ജനങ്ങളുടെ ശബ്ദം കേൾക്കാൻ ബി.ജെ.പി നേതാക്കൾ ശ്രമിച്ചില്ല. മോദിയുടെ വ്യക്തിപ്രഭാവത്തിൽ മതിമറന്നു. ആർ.എസ്.എസ് ബി.ജെ.പിയുടെ ഫീൽഡ് ഫോഴ്സ് അല്ലെന്നും രത്തൻ ശാർദ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, എന്താണ് ഓർഗനൈസറിൽ പറയുന്ന ബി.ജെ.പി വിമർശനം? വേണു, മോദി 3.0 കോൺവെർസേഷൻ ഫോർ കോഴ്സ് കറക്ഷൻ എന്ന പേരിൽ രത്തൻ ശാർദ എഴുതിയ ലേഖനമാണ് ബി.ജെ.പിക്ക് കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബി.ജെ.പി ഈ തെരഞ്ഞെടുപ്പിലെടുത്ത ഓരോ തീരുമാനങ്ങളും തെറ്റിപ്പോയി എന്ന് അക്കമിട്ട് നിരത്തിക്കൊണ്ടുള്ള വിമർശനങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ടത് നരേന്ദ്രമോദിക്കെതിരായ വിമർശനം തന്നെയാണ്. മോദിയുടെ ഒരു വ്യക്തിപ്രഭാവത്തെ മുന്നിൽ നിർത്തി അതിലങ്ങും മതിമറന്ന് ഒരു ബബിളിനുള്ളിലായിരുന്നു ബി.ജെ.പി നേതാക്കൾ എന്നതാണ് ഈ വിമർശനത്തിലുള്ളത്. ജനങ്ങൾക്ക്, തെരുവുകൾക്ക് എന്താണ് പറയാനുള്ളത് എന്നത് കേൾക്കാൻ അവർ തയ്യാറായില്ല എന്ന് പറയുന്നു. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ആർ.എസ്.എസ് അവരെ സഹായിച്ചില്ല, ബി.ജെ.പിയെ സഹായിച്ചില്ല എന്നുള്ള ആരോപണം ഒരു വശത്ത് ഉയർന്നു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആർ.എസ്.എസ് എന്നത് രാഷ്ട്രീയത്തിൽ ആ തരത്തിൽ നേരിട്ട് ഇടപെടുന്ന ഒരു സംഘടനയല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ പോലും ബി.ജെ.പി നേതാക്കൾക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ടായിരുന്നെങ്കിൽ അത്തരത്തിലുള്ളൊരു ആവശ്യം ആർ.എസ്.എസ് നേതൃത്വത്തിന് മുന്നിലേക്ക് വെക്കേണ്ടതുണ്ടായിരുന്നു. അത്തരമൊന്നും ചെയ്തതായി തനിക്ക് അറിവില്ല എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല, രാഷ്ട്രീയപരമായി മഹാരാഷ്ട്രയിൽ പോലും എടുത്ത പല തീരുമാനങ്ങളും തെറ്റാണ് എന്ന് പറയുന്നു. അതിന് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം അജിത് പവാറിനെ മുന്നണിക്കൊപ്പം ചേർത്തതിനെ കുറിച്ചാണ്. ശരത് പവാർ പക്ഷം ഒരുപക്ഷെ ശരത് പവാറിനൊപ്പമാണ് അജിത് പവാർ എങ്കിൽ പോലും ആ പാർട്ടിയുടെ രാഷ്ട്രീയ ഭാവി ശരത് പവാറിന് ശേഷം അതങ്ങ് മങ്ങിപ്പോകുമായിരുന്നു. എന്നാൽ അജിത് പവാറിനൊപ്പം കൂട്ടി നടത്തിയ പരീക്ഷണം അത് ബി.ജെ.പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയെന്ന് ലേഖനത്തിൽ പറയുന്നു. ശിവസേനയിൽ ഉണ്ടായ പിളർപ്പ് തന്നെ ബി.ജെ.പിക്ക് വലിയ മേധാവിത്വം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ പ്രാപ്തമായതായിരുന്നു. പക്ഷേ അജിത്തിനെ കൂടി ഒപ്പം കൂട്ടിയതോടെ ശരത് പവാർ വലിയ കരുത്ത് കിട്ടുകയും കോൺഗ്രസ് കൂടി ശക്തമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. പാർട്ടിയുടെ എം.പിമാരും മന്ത്രിമാരും നേതാക്കളും ഒക്കെ തന്നെ ജനങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ആളുകളായി നിലനിൽക്കുന്നില്ല എന്നുള്ള വിമർശനമാണ്. ജനങ്ങൾക്ക് ഇവരെ ബന്ധപ്പെടാൻ ഒരു സൗകര്യവുമില്ലാത്ത തരത്തിലേക്ക് ജനങ്ങളിൽ നിന്ന് അവർ അകന്നുപോയെന്നും സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം വലിയ പാളിച്ചകൾ ഉണ്ടായി എന്നുള്ള വിമർശനമാണ്. അങ്ങനെ അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഉള്ള വിമർശനമാണ് ഇപ്പോൾ ലേഖനത്തിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആർ.എസ്.എസിന്റെ ആസ്ഥാനത്ത് മോഹൻ ഭഗവത് തന്നെ ചില കാര്യങ്ങളിൽ നേരിട്ട് നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും ആ തരത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. മണിപ്പൂരിൽ കഴിഞ്ഞ 10 വർഷമായി ഉണ്ടായ സാഹചര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 1 വർഷമായി സ്ഥിതി അതീവ ഗുരുതരമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ ഈ സർക്കാരിൻ്റെ ആദ്യ പരിഗണന മണിപ്പൂരിലെ സമാധാനം പുനഃസ്ഥാപിക്കലാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ മണിപ്പൂരിലേക്ക് തിരിഞ്ഞു നോക്കാതിരുന്ന പ്രധാനമന്ത്രിയാണ് അത് ലക്ഷ്യം വെക്കുന്നതെന്ന് കോൺഗ്രസ് അടക്കം പറയുന്നു. ആ തരത്തിൽ അതിനെ വിലയിരുത്തുന്നതിലും തെറ്റില്ല. ജനങ്ങൾക്കിടയിൽ നിന്ന് അകന്നു പോവാതിരിക്കാനാണ് പാർട്ടികൾ ശ്രമിക്കേണ്ടത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കാലത്ത് മോദി അടക്കം നടത്തിയ പല പ്രചാരണങ്ങളുണ്ട്, പല ആരോപണങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് അത് അക്കമിട്ട് പറഞ്ഞില്ലെങ്കിൽ കൂടി പ്രചാരണ കാലത്ത് പല നുണകളും പറഞ്ഞ് ഈ രണ്ട് വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ അത് വളരെ മോശമാണ്. അത് ഏത് വിഭാഗത്തിൽ നിന്നുണ്ടായാലും അത് മോശമാണ് എന്ന് മോഹൻ ഭഗവത് തന്നെ പറഞ്ഞു വെക്കുകയും ചെയ്തു. അങ്ങനെ ആർ.എസ്.എസും നരേന്ദ്രമോദിയും ബി.ജെ.പിയും തമ്മിലുള്ള ഈ ഒരു അകൽച്ച ആ അകൽച്ച യാഥാർത്ഥ്യമുള്ളതാണ് എന്നും അത് വലിയ തോതിൽ ഉണ്ട് എന്നും ഇപ്പോൾ നേരിട്ട് ആർ.എസ്.എസിന്റെ ഭാഗത്ത് നിന്ന് തന്നെ വ്യക്തമാവുകയാണ്. വേണു, ശ്രീനാഥ്, ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണോ നേരത്തെ തന്നെ നരേന്ദ്രമോദി തീരുമാനമെടുത്തത് നാഗ്പൂരിലേക്ക് പോകേണ്ടതുണ്ട് എന്ന്? തീർച്ചയായും പ്രധാനമന്ത്രി ആയിരിക്കെ നരേന്ദ്രമോദി ഒരിക്കൽ പോലും നാഗ്പൂർ സന്ദർശിക്കാതിരുന്നത് വലിയ ചർച്ചയായിരുന്നു. മോദി പ്രധാനമന്ത്രിയായതിനു ശേഷം പിന്നീട് ആർ.എസ്.എസുമായുള്ള ബി.ജെ.പിയുടെ ബന്ധം പല ഘട്ടങ്ങളിൽ മോശമായതായതിൻ്റെ സൂചനകൾ വന്നിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് ജെ.പി. നദ്ദ തന്നെ, പാർട്ടി ദേശീയ അധ്യക്ഷൻ തന്നെ, ആർ.എസ്.എസിൻ്റെ സഹായം നിലവിൽ ബി.ജെ.പിക്ക് ആവശ്യമില്ല, അതിനപ്പുറത്തേക്ക് ബി.ജെ.പി വളർന്നു എന്നുള്ള പ്രസ്താവന നടത്തുകയും ചെയ്തത്. അങ്ങനെ സമീപകാലത്ത് ആർ.എസ്.എസുമായുള്ള ബന്ധം ബി.ജെ.പിക്ക് മോശമായിരുന്നു. നാഗ്പൂരിൽ നിന്ന് ഇനി മുന്നോട്ട് എങ്ങനെ എന്ന കാര്യത്തിലൊക്കെ തന്നെ നാഗ്പൂരിൻ്റെ ഒരു നിയന്ത്രണം ഇനി ഉണ്ടാകും എന്ന സൂചനകൾ പതിയെ വരികയാണ്. ആ തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് നാഗ്പൂരിലേക്ക് എത്തിയേക്കും എന്നുള്ള വിവരങ്ങൾ വരുന്നത്. എന്നാൽ പോലും അതിന് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം നിലവിൽ ഇല്ല. വേണു, ശരി. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.